കൊല്ലത്ത് ഇരവിപുരം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലേക്കാണ് RSP പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത് RSP ഇരവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള N. നൗഷാദ് രാജി സമർപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഗുരുതരമായ കാര്യങ്ങളൊക്കെ പറയുന്നു. നൗഷാദിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, അതായത് ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഏറ്റവും അധികം ആളുകളുടെ പിന്തുണ ലഭിച്ച ആളിനെ എങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന സമയത്ത് ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ചോദ്യം. നൗഷാദ് തന്നെ ചേരുന്നുണ്ട്, മണ്ഡലം കമ്മിറ്റിയൊക്കെ ചേരുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ആളുകളുടെ പിന്തുണ ലഭിച്ചു, മറ്റു പല പേരുകളും വന്നു. അതിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ച ആളുടെ പേര് മാത്രം ഇല്ലാതാവുകയാണ് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുമ്പോൾ. എന്താണ് സംഭവിച്ചത്? ഇരവിപുരത്ത് പാർട്ടി മത്സരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു അജണ്ട വെച്ചൊരു കമ്മിറ്റി ഇരവിപുരം മണ്ഡലം കമ്മിറ്റി കൂടെ ഉണ്ടായി. ആ ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കണം എന്ന് പറഞ്ഞത് പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി N. നൗഷാദിന് ആണ്. അത് തീരുമാനമായി പോകുകയും അത് പിന്നെ ജില്ലാ എക്സിക്യൂട്ടീവിൽ വന്നപ്പോൾ അവിടെയും കൊണ്ട് വോട്ടിന് വെക്കുകയും ചെയ്തു. അപ്പോൾ വോട്ടിന് വെച്ചപ്പം തലയെണ്ണി വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ശരിയല്ല എന്ന് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ വന്ന 3 പേരും 3 സ്ഥാനാർത്ഥിമാരും പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി ഒരു ഉചിതമായ തീരുമാനമെടുക്കണം, ഇവിടെ വെച്ച് തലയെണ്ണി വീഴ്പ്പലക്കണ്ട എന്ന ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പോകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോയപ്പം മണ്ഡലം കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടിയ ആളിൻ്റെ പേര് ബോധപൂർവം ഒഴിവാക്കി. പിന്നീട് അവിടെ 2 പേര് മാത്രമേ ചർച്ചയ്ക്ക് വന്നുള്ളൂ. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പാർട്ടി മണ്ഡലം കമ്മിറ്റി N. നൗഷാദിനെ ഒഴിവാക്കണമെന്നുള്ള ഉദ്ദേശം ആർക്കായിരുന്നു? ആർക്കാണ് എന്ന് വെച്ചാൽ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എം പിയുടെ മകന് വേണ്ടി നിന്നു, ഷിബു ബേബി ജോൺ വേറൊരു ആൾക്ക് വേണ്ടി നിന്നു, അസീസ് മറ്റൊരാൾക്ക് വേണ്ടി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷത്തും ഇല്ലാത്ത RSP പക്ഷത്ത് നിൽക്കുന്ന ഒരു താഴെത്തട്ടിൽ നിന്ന് വന്ന ഏറ്റവും കൂടുതൽ മണ്ഡലം കമ്മിറ്റിയിൽ വോട്ട് കിട്ടിയ ആൾ സ്വാഭാവികമായിട്ടും പിന്തള്ളപ്പെട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നേതൃത്വമാണ് N. നൗഷാദിനെ ഒഴിവാക്കിയത്. തീർച്ചയായും നേതൃത്വമാണ് N. നൗഷാദിനെ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രകസനമാണ് പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായത്? അങ്ങനെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ അങ്ങനെ ഒരു കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണ്ണയത്തിനെ പറ്റി കൂടണ്ടായിരുന്നല്ലോ. ഇപ്പം സമവായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സമവായ സ്ഥാനാർത്ഥിയുടെ പേര് മണ്ഡലം കമ്മിറ്റിയിൽ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ വന്നില്ല. സംസ്ഥാന സെക്രട്ടറിയിൽ എങ്ങനെ ഈ മണ്ഡലം കമ്മിറ്റിയിൽ പോലും പേര് വരാത്ത ഒരാളെ വരികയും പേര് വന്ന ഒരാളെ ഒഴിവാക്കുകയും ചെയ്യുന്നതിൽ പാർട്ടി നേതാക്കൾ ബോധപൂർവം ചെയ്ത പരിപാടിയാണെന്നാണ് ഞാൻ. ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് ഈ കാര്യം, ഇപ്പം 5 പേരുകളാണ് മണ്ഡലം കമ്മിറ്റിയിൽ വന്നത്. 4 പേരും സജീവമായി നിൽക്കുന്ന ആളുകളായിരുന്നു, വളരെ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തനം നടന്നു. ഒരാളുടെ പേര് മാത്രം, അതായത് MP മകൻ്റെ പേര് മാത്രമാണ് അല്ലാതെ വന്നത്, ചെറിയ പാർട്ടി പരിചയമൊക്കെ ഉള്ളത്. ആ ഒരു പേര് വന്നതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായത്? അതെ, തീർച്ചയായും MP മകൻ്റെ പേര് വന്നതും അതിന് ബദലായി മറുപക്ഷം മറ്റൊരു പേര് കൊണ്ടുവച്ചതും അത് പള്ളിയ വാശിയിലും പൊട്ടിത്തെറിയിലേക്കും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പുറന്തള്ളിപ്പോയി എന്നുള്ളതാണ്. ആർക്കും മത്സരിക്കാൻ അവകാശമുണ്ട്, MP മോനും മത്സരിക്കാനുള്ള അവകാശമുണ്ട്, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ മാനദണ്ഡവും അർഹതയൊക്കെ പരിശോധിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളിലേക്കും എത്തുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് തന്നെ ഓരോ സ്ഥാനാർത്ഥിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റിയിൽ വിജയിച്ച സ്ഥാനാർത്ഥി പുറത്താവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേതാക്കളുടെ ഒരു ബലം പിടുത്തമല്ലേ ഇതിൽ കാര്യം? MP മകനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കില്ല എന്ന് ഒരു വിഭാഗവും, മറുവശത്തുള്ള സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് മറുവിഭാഗവും നിലപാടെടുത്തു. അതല്ലേ സംഭവിച്ചത്? അപ്പോൾ അവിടെ വിക്ടിമായി മാറിയത് നൗഷാദാണ്. അതെ, തീർച്ചയായും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഞാനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP മോന് വേണ്ടി നിൽക്കുന്നു, ഒരു താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ പേര് പറയാൻ അവിടെ ആർക്കും കഴിയുന്നില്ല. ഇപ്പുറത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മേയർ പേരുമായിട്ട് നിൽക്കുന്നു. അസീസും ഷിബു ബേബി ജോണുമായിട്ട് രഹസ്യധാരണയിൽ ഒടുവിൽ സമവായ സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ പറയേണ്ട ആൾക്കാർ പോലും, ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിലുള്ള സീനിയർ നേതാവ് പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ പേര് പരാമർശിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. നൗഷാദ് വരുമെന്ന് പറഞ്ഞിട്ട് അവസാനം വന്നത് മറ്റൊരാളാണ്. അതെ, തീർച്ചയായും നൗഷാദിന് സാധ്യതയുണ്ട്. ആ സാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ മണ്ഡലം കമ്മിറ്റി എന്നുള്ള അഭിപ്രായമായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ പുറത്തു പോവുകയും മണ്ഡലം കമ്മിറ്റിയിലോ പാർട്ടിയിലോ പേരില്ലാത്ത ഒരാൾ സമവായ സ്ഥാനാർത്ഥി വരികയും ചെയ്താൽ
ഈ പൊതുജനങ്ങൾ തന്നെ ഇത് കാണുന്നതല്ലേ? അവിടെ എന്ത് മാനദണ്ഡമാണ്? എന്തിനാണ് പിന്നെ ഈ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനൊരു പേര് പരാമർശിച്ചതും കൊണ്ടുവന്നതും? എക്കാലത്തും പാർട്ടിയുടെ വിശ്വസ്തനായിരുന്നു. അസീസിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി കൂടുന്ന ആളാണ്. അസീസിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പോലും ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് പിന്തുണച്ചില്ല എന്നുള്ള ഒരു വിഷമമുണ്ടോ? ഞാൻ താഴെ തട്ടിന്ന് പാർട്ടി RYF-ലൊക്കെ കടന്നു വന്നൊരു പ്രവർത്തനമാണ്. 30-35 വർഷക്കാലമായി ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നത്. 13 വർഷത്തിൽ കൂടുതൽ പാർട്ടി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരിക്കുന്നു, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. ബഹുമാനായിട്ടുള്ള അസീസ് ചേട്ടൻ 2 വോട്ടിന് ജയിക്കുമ്പോഴും അഹമ്മദ് കബീറിനെ പരാജയപ്പെടുത്തുമ്പോഴും പിന്നീട് KM ഷാജിയെ പരാജയപ്പെടുത്തുമ്പോഴും 25,000 വോട്ടിന്, പിന്നീട് PKK ബാവ 8,808 വോട്ടിന് പരാജയപ്പെടുത്തുമ്പോഴും, പിന്നെ മുന്നണി മാറി UDF ചെന്നപ്പം അസീസ് ഏട്ടനെ ഈ ഇപ്പോഴത്തെ MLA നൗഷാദ് പരാജയപ്പെടുത്തുമ്പോഴും ബാബു ദിവാരം ഈ അവസാനം പരാജയപ്പെടുത്തുമ്പോഴെല്ലാം ഇരേപുരം നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ച ആളാണ് ഞാൻ. അത്രയും പരിചയ സമ്പത്ത് എനിക്കുണ്ട്. പാർട്ടിയെ ഇരേപുരത്ത് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ച ആളാണ്. പാർട്ടി അണികളെയും പാർട്ടി പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. അങ്ങനെ ഉള്ള ഒരാളെപ്പോലും പരിഗണിക്കപ്പെടാൻ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ. വിഷമമുണ്ട്. അസീസ് പോലും തന്നെ പിന്തുണച്ചില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. സംസ്ഥാന സെക്രട്ടറിയിൽ അസീസ് ഏട്ടൻ എൻ്റെ പേര് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ സമവായ സ്ഥാനാർത്ഥി പേര് പറയുന്നതിനേക്കായി എൻ്റെ പേര് പറയണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ പുള്ളി അത് പറഞ്ഞില്ല എന്നുള്ളതാണ്. നിലവിൽ RSPയുടെ ഒരു പ്രശ്നം, ഒന്ന് ഷിബു ബേബി ജോൺ, NK പ്രേമചന്ദ്രൻ, അസീസ്, 3 പേരും 3 തട്ടിൽ നിൽക്കുന്നതും അവർ തമ്മിലൊരു ഐക്യമില്ലാത്തതുമല്ലേ ഇപ്പോൾ തന്നെ 0 ആയി നിൽക്കുന്ന RSPയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കുന്നത്? തീർച്ചയായും 3 അല്ല 4 പേരുണ്ട്. ബാബു ദിവാൻ അടക്കമുള്ള 4 നേതാക്കന്മാർ 4 തട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു ചേർച്ചയും അവർ തമ്മിലില്ല എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് പലരും വരാൻ മടിക്കുന്നതും. ഇതൊരു അടുക്കും ചുറ്റിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? TK ദിവാകരനും ശ്രീകണ്ഠൻ ചേട്ടനും ബേബി ജോൺ അടക്കമുള്ള നേതാക്കളുടെ സംഭാവന എന്തായിരുന്നു? അത്തരത്തിൽ ഇവർ മാറേണ്ട ഈ നേതാക്കന്മാർ. അതിൽ നിന്നും വിഭിന്നമായി എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യം, ആ താല്പര്യത്തിൻ്റെ പരടുന്ന ഫലമാണ് ഇന്ന് RSPയിലുണ്ടാവുന്ന ഈ പൊട്ടിത്തെറിയും കാര്യങ്ങളുമല്ല. ഇത് ഒഴിവാക്കണമെന്നാണ്. ഒഴിവാക്കി ഒറ്റക്കെട്ടായി RSPയുടെ അണികളും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ പ്രവർത്തനമാണ് ഞാൻ. വലിയ ഭിന്നത ഇപ്പോൾ തന്നെ ഉണ്ട്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാര്യം അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത് കൃത്യമായി അറിയണമല്ലോ. അത് അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളല്ലോ. പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ ഒരു പേര് നിർദ്ദേശിക്കുന്നു, പുറത്തു വരുമ്പോഴത്തേലും ഒന്നിലുമില്ലാത്ത പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നിട്ട് പാർട്ടിക്കകത്തുള്ളവരടുത്ത് പറയുന്നു, പോയി ജയിപ്പിക്കാൻ പറയുന്നു. ഇത്തരത്തിൽ ഉള്ള ഹീനമായ പ്രവർത്തനം പാർട്ടി നേതാക്കളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ പാർട്ടി അണികൾ കൊഴിയും പാർട്ടിയിൽ നിന്ന്. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതാണ്. ഇരട്ടത്താപ്പല്ലേ കാണിച്ചത്? നൗഷാദിനോട് തയ്യാറെടുക്കാൻ പല മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഒരുങ്ങിയിരുന്നു കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ പോലും ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ പേര് പറയാത്തൊരവസ്ഥയായി. അല്ല, അങ്ങനെ എല്ലാ നേതാക്കന്മാരും എൻ്റെ അടുത്ത് ഒരുങ്ങി ഇരിക്കാനും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇരേപുരത്തു നിന്നുള്ള സീനിയർ നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാധ്യത വന്നാൽ നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മണ്ഡലം കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയും സ്വാഭാവികമായിട്ട് ആ പേര് പരിഗണിക്കും. സ്ഥാനാർത്ഥി ആക്കുന്നത് പിന്നീട് കാര്യം, ആ പേര് പരിഗണിക്കുമെന്ന് പറഞ്ഞു. ആ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പം അസീസേട്ടൻ അടക്കമുള്ളവർ പോലും ആ പേരൊന്നും നിർദ്ദേശിക്കാൻ പോലും പുള്ളിക്ക് കഴിഞ്ഞില്ല. അസീസേട്ടൻ്റെ മനസ്സിൽ അന്നേരവും ഈ സമവായ സ്ഥാനാർത്ഥിയായിരുന്നു, വിജയസാധ്യതയില്ലാത്ത സമവായ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു പെട്ടെന്നെടുത്ത വൈകാരികമായ ഒരു തീരുമാനമാണോ രാജി, അതോ ആ പേരെങ്കിലും ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ പാർട്ടിയിൽ തുടരുമെന്നാണോ? എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ ആഗ്രഹിച്ചത് ഒരു ഇരേപുരം മണ്ഡലത്തിലങ്ങ് മത്സരിച്ചങ്ങ് ജയിച്ചു പോകാമെന്നൊരു ചിന്തയിലൊന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ. സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. ആ സാധ്യത കൽപ്പിക്കപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിയും ഒരു സാധ്യത വരുന്നു, എപ്പോൾ നമുക്ക് നോക്കാമെന്ന ചിന്ത ഏത് മനുഷ്യനും വരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് വെട്ടുക, പുറത്ത് നിൽക്കുന്ന ഏതോ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക, എന്നിട്ട് സമവായ സ്ഥാനാർത്ഥിയാക്കുക, അതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ സ്ഥാനങ്ങളാണ് രാജിവെച്ചേക്കുന്നത്, തുടർന്ന് പാർട്ടി അംഗത്വമൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിലെന്തെങ്കിലും കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നുണ്ടോ? അതിലേക്ക് ഞാൻ പോകും. കടുത്ത തീരുമാനത്തിൽ പാർട്ടി നേതാക്കന്മാർ എന്നെ വിളിക്കുന്നുണ്ട്, അവിടുത്തെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്.
ഈ നേതൃത്വം എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഇപ്പോൾ വന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ കഴിയുമോ? ഒരു കാരണവശാലും വിജയസാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന എൻ നൗഷാദിന് കഴിയില്ല. തോന്നുന്നത് സ്ഥാനാർത്ഥിയാക്കാത്തതിലല്ല, ആ അവസാന ഘട്ടത്തിലൊന്ന് പരിഗണിക്കപ്പെടാതെ പോലും പോയതിലാണ് ഒരു വിഷമമുള്ളത്. തീർച്ചയായും മണ്ഡലം കമ്മിറ്റിയിൽ ഇരേവരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം അജണ്ട വെച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടുകയും എന്നിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം കിട്ടിയ ആളൊന്ന് പരാമർശം നടത്താൻ പോലും മണ്ഡലത്തിലെ സീനിയർ നേതാവുള്ള AICC എന്ന നേതാവ് പോലും ശ്രമിച്ചില്ല എന്ന ദുഃഖകരമായ ഒരു സത്യമാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ തയ്യാറാകാൻ പറഞ്ഞ നേതാവ് പോലും പിന്തുണച്ചില്ല. മറ്റു പലരും പ്രതീക്ഷിച്ചിരുന്നത് എം നൗഷാദ് വേഴ്സസ് എൻ നൗഷാദ് എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് ഈ ഇരേവരത്തെ വോട്ടർമാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കൗൺസിലറായി, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, UDFൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന AICCൻ്റെ നിഴലായി നടക്കുന്ന, പ്രേമേന്ദ്രൻ്റെ നിഴലായി നടക്കുന്ന, ഷിബു ബേബി ജോൺ എന്ന നേതാവിനോടൊപ്പം സഞ്ചരിക്കുന്ന, ജനങ്ങളിടയിൽ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന, മണ്ഡലം മൊത്തം അറിയപ്പെടുന്ന, മണ്ഡലത്തിൽ ഉടനീളം പോയി പൊതുപ്രവർത്തനവും സംഘടനാ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരാൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനൊരു മത്സരം നടക്കുമെന്നു. പാർട്ടി അതിന് തടയിട്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. മറ്റു പാർട്ടികളിലേക്കൊന്നും പോകാതെ എന്തെങ്കിലും ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമോ മത്സരിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ? അല്ല, അതിനെക്കുറിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അല്ലാതെ സാംസ്കാരിക രംഗത്തുള്ളവരുമെല്ലാം വിജയസാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന അഭിപ്രായപ്പെട്ട അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. അതൊക്കെ വരുന്ന ആളുകളിൽ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഏകദേശം 3.5 പതിറ്റാണ്ടായി പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത്തവണ അവസാന ഘട്ടത്തിൽ പേരൊന്ന് പരിഗണിക്കപ്പെടുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് നൗഷാദിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വിഷമകരമായിരിക്കുന്ന കാര്യം. പാർട്ടി അത് എങ്ങനെ ഇനി പരിഹരിക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.